ഓക്കെ, ഹായ് എവരി വൺ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. കുറച്ച് കോംപ്ലിക്കേഷനുള്ള പ്രോഗ്രാമാണ്, ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് ചെയ്ത് നോക്കുക. ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി മാറി ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് മനസ്സിലാക്കാതെ കംപ്ലീറ്റ് ചെയ്യാതെയോ പ്രോഗ്രാം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ലൂപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അത് എപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് പറയാം. എന്തുകൊണ്ടാണെന്നുള്ള കാരണങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ സാധാരണ മാത്സിൽ എല്ലാത്തിലും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ മെത്തേഡ്സ് തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യിക്കണേ. അത് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അത് ചെയ്യിപ്പിക്കാനുള്ള സ്റ്റെപ്സാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം തമ്മിലുള്ളൊരു റേഷ്യോ ഉണ്ട്. ആദ്യത്തെ മെട്രിക്സ് m/n റേഷ്യോയിലും രണ്ടാമത്തെ മെട്രിക്സ് n/m അല്ലെങ്കിൽ p/q എന്നാക്കിക്കോളൂ. നമുക്ക് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ട. ആദ്യത്തെ മെട്രിക്സ് m/n റേഷ്യോയിലും രണ്ടാമത്തെ മെട്രിക്സ് p/q റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ n-ഉം p-യും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. അതായത് ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ റിസൾട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വലിയ പ്രോബ്ലം ഉള്ള കേസല്ല. രണ്ടാമത്തെ കേസ്, നമുക്ക് ഇത്ര എലമെൻറ്റ്സ് ഉണ്ട് വിചാരിക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എടുക്കും, അതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുക്കും. അത് രണ്ടും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറുകൾ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ 1 × 10, 2 × 7, 3 × 11 ഇതാണ് നമ്മൾ ചെയ്യുക. അടുത്ത കേസ് ആകുമ്പോൾ അടുത്ത ഡിജിറ്റ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോ എടുക്കും, രണ്ടാമത്തെ കോളം എടുക്കും. 1 × 4, 2 × 10, 3 × 1. അടുത്ത ഡാറ്റ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 1 × 5, 2 × 1, 3 × 2. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് കുറച്ചും കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പൊസിഷനിൽ എന്ത് മാറ്റമാണ് വരണതെന്ന് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊസിഷൻ വൈസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് എയും ബിയും ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു മെട്രിക്സ് കിട്ടും, സി എന്ന് പറയുന്ന മെട്രിക്സ്. അത് സപ്പോസ് ഈ ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. C(0), C(1), C(2) അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേരിയബിൾസ് വേണ്ടി വരും? അതായത് നമുക്ക് ഓരോ ഇൻഡെക്സ് പൊസിഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ടായാൽ മതി. അപ്പോൾ ആ വേരിയബിൾസിനെ നമുക്ക് i എന്നും j എന്നും വിചാരിക്കാം. അതായത് നമുക്ക് ഓർഡറിലാണ് വരുന്നത്. സാധാരണ ഒരു മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ മെത്തേഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ C(i, j), C(j) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഫോർ ലൂപ്പ് ഉണ്ടെങ്കിൽ ഈ മെട്രിക്സ് C(0), 0, 1, 0, 2, 1, 0, 1, 1, 1, 2, 2, 0, 2, 1, 2, 2 എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു റിസൾട്ടിൻ്റെ സ്ഥലത്ത് C(i, j). ഇനി എയും ബിയും തമ്മിൽ നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യിക്കുന്നുണ്ട്. ആ എലമെൻറ്റും ഈ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ വീണ്ടും ആണ് ഈ എലമെൻറ്റും ഈ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യണത്. എന്നിട്ട് പിന്നെ സം എടുത്തിട്ടാണ് ഈ എലമെൻറ്റും ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് C(0, 0) എന്ന് പറയുന്ന പൊസിഷനിലുള്ള നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ A(0, 0) × B(0, 0) പ്ലസ് A(0, 1) × B(1, 0) പ്ലസ് A(0, 2) × B(2, 0). ഇതാണ് വരുന്ന പൊസിഷൻ. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. C(0, 0) = A(0, 0) × B(0, 0) പ്ലസ് A(0, 1) × B(1, 0) പ്ലസ് A(0, 2) × B(2, 0). ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്നും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റോ എടുക്കും, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളം കൺസിഡർ ചെയ്യും. അപ്പോൾ 1 × 4, 2 × 10, 3 × 1. അതായത് A(0, 0) × B(0, 1), A(0, 1) × B(1, 1), A(0, 2) × B(2, 1). അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. A(0, 0) × B(0, 1) പ്ലസ് A(0, 1) × B(1, 1) പ്ലസ് A(0, 2) × B(2, 1). അടുത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോ എടുക്കും, മറ്റേതിൻ്റെ കോളം എടുക്കും. കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 5, 2 × 1, 3 × 2. 1 × 5, 2 × 1, 3 × 2. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ A(0, 0) × B(0, 2) പ്ലസ് A(0, 1) × B(1, 2) പ്ലസ് A(0, 2) × B(2, 2). അപ്പോൾ ഇതാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പൊസിഷനുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള റിസൾട്ടിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കണ്ടെത്തേണ്ടതാണ് ആവശ്യം.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐയും ജെയിലും നമുക്ക് 3 ലൂപ്പാണ് വരേണ്ടി വരിക. ഒന്നാമത്തെ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള അഡീഷൻ, അതായത് ഈ ടേമിന് എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്യണം, കഴിഞ്ഞ് ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 3 ടേംസ് തമ്മിലുള്ള അഡീഷൻ നടത്തണം. അപ്പോൾ ഈ 3 ടേംസും മാറി മാറി വരണമെന്നുണ്ടെങ്കിൽ ഈ 3 ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ലൂപ്പ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് ഈ 3 ടേംസിനെയും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് വേണ്ടി വരും. ഇനി നമുക്ക് അടുത്തത് വേണ്ടി വരിക ഈ C(0), C(01), C(02), 1, 2, 3. അപ്പോൾ ഇങ്ങനെ വരുന്ന 3 ടേംസിനെ മാറ്റാനായിട്ട് വേറൊരു ലൂപ്പ് വേണ്ടി വരും. ഇനി അത് കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിന് മൊത്തം ഒരു സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ വേറൊരു ലൂപ്പും കൂടി നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വരുന്ന വാല്യൂസിനനുസരിച്ചിട്ട് ഇതെങ്ങനെയാണ് വരാൻ പറ്റുകയെന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഐയിൽ തുടങ്ങി, ഇവിടെ 0യിൽ തുടങ്ങി. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇവിടെ ഐയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരാവുന്ന വാല്യൂസ് വല്ലതുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 000 ഇവിടെ എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ 000 ഇവിടെ എല്ലായിടത്തും സെയിം ആണ്. 000 ഇവിടെ സെയിം ആണ്, ഇവിടെയും സെയിം ആണ്, ഇവിടെ സെയിം ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ സെയിം ആവണുള്ളൂ, മറ്റേടത്ത് 1 1 ആണ്, 2 2 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് A(000) വന്നിട്ടുള്ളത് ഇവിടെ ഈ പൊസിഷനിൽ വന്നിട്ടുണ്ട്, ഈ പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിയുടെ വാല്യൂ 0 ആവുമ്പോൾ എയുടെ ഫസ്റ്റ് പൊസിഷൻ അതേപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സിയുടെ ഐ എന്നുള്ള പൊസിഷനിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തായിട്ട് എഴുതാം, എയുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിയുടെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പോൾ അതേപോലെ തന്നെ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്യണം. A(000) വരുന്നുണ്ട്, സിയുടെ ഈ 3ലും 0 ആണ് വരുന്നത്, എയുടെ കേസിൽ ഇത് 3 0 ആണ് വരുന്നത്, ബിയിൽ ഇതിൽ 0 വരുന്നുണ്ട്, പക്ഷേ ബി ഇപ്പുറത്തെ ലൈനിലേക്ക് വരുമ്പോൾ ഇവിടെ 1 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ മൊത്തം ഈ 3 സ്റ്റെപ്സിനും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലില്ല. അപ്പോൾ ഇവിടുത്തെ കേസിലും പക്ഷേ 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഐ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടേം 0 1 2 ഈ കോമ്പിനേഷനിൽ വല്ലതും വരുന്നുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇല്ല. ബിയുടെ രണ്ടാമത്തെ ടേം 0 1 2, രണ്ടാമത്തെ ടേം 0 1 2. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ബിയുടെ രണ്ടാമത്തെ ടേം ശ്രദ്ധിക്കുക. ബിയുടെ രണ്ടാമത്തെ ടേം സി എഴുതിയതിൻ്റെ രണ്ടാമത്തെ ടേമിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൂപ്പ് ഐയിലാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലൂപ്പ് ജെയിലായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയുടെ രണ്ടാമത്തെ ടേമിന് എന്താക്കി എഴുതാം, ജെ ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്ത പൊസിഷനിലാണ് നമുക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ ഐയും ജെയും കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ വരുന്ന സ്റ്റെപ്പുകൾ വേറെ സ്ഥലത്ത് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് നമുക്ക് നോക്കേണ്ടി വരാം. അപ്പോൾ ഇവിടുത്തെ ഈ അടുത്ത വേരിയബിൾ ഇനി വേറെ പൊസിഷനില്ല, വേറൊരു പുതിയ വേരിയബിളാണ്. ഐ വരുന്ന സ്ഥലത്തും ജെ വരുന്ന സ്ഥലത്തും നമ്മൾ ഫില്ല് ചെയ്തു, എക്കും ബിക്കും വരാവുന്ന കറസ്പോണ്ടിങ് വാല്യൂസ് ഫില്ല് ചെയ്തു. ഇനി അടുത്ത വേരിയബിൾ നമുക്ക് വേറൊരു പുതിയ വേരിയബിളായിട്ട് കൊടുക്കണം, കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അടുത്തതിനെ കോമൺ ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റെപ്സ് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ തന്നെ വേണം, അതായത് ഈ പ്രോസസ്സ് ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് മാറ്റം നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 0, ഇത് 1, ഇത് 2, ഇത് 0, ഇത് 1, ഇത് 2. അടുത്ത ലൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2. അടുത്ത കേസിൽ 0 1 2. അടുത്ത കേസിൽ ഇവിടെ 0, ഇവിടെ 1. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ കാണാം അവിടെ 0 1 2. അപ്പോൾ ഓരോ പൊസിഷനിലും ഈ 0 1 2 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ എയുടെ രണ്ടാമത്തെ ടേമും ബിയുടെ ആദ്യത്തെ ടേമും ഒരേപോലെയാണ് വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എയുടെ രണ്ടാമത്തെ ടേമും ബിയുടെ ആദ്യത്തെ ടേമും, 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 എല്ലാ സ്ഥലത്തും നോക്കി കഴിഞ്ഞാൽ എയുടെ രണ്ടാമത്തെ ടേമും ബിയുടെ ആദ്യത്തെ ടേമും ഒരേപോലെയാണ് വരുന്നത്.
അപ്പോൾ അത് ഒരേപോലെയാണ് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന തേർഡ് ലൂപ്പ് പോലെയാണ് വർക്ക് ചെയ്യുക. മൂന്നാമത്തെ കേസിൽ അതായത് നമുക്ക് ആദ്യം ഈ എലമെൻറ്റും ഈ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അടുത്ത എലമെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സം വെക്കണം. a of 00 ഇൻറ്റു b of 00 പ്ലസ് a of 01 ഇൻറ്റു b of 10 ഈ രീതിയിലാണ് വരേണ്ടത്. പ്ലസ് a of 02 ഇൻറ്റു b of 20. അപ്പോൾ ഈ രീതിയിൽ ഈ റോയാണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് അക്യുമുലേറ്റ് ചെയ്ത് വരണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വേരിയബിൾസിന് മൂന്നാമത്തെ വേരിയബിളിന് നമുക്ക് k എന്ന് കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോമൺ ഇക്വേഷനിലേക്ക് എത്തുകയാണ്. നമ്മൾ എഴുതിയ സ്റ്റെപ്സ് അനുസരിച്ചിട്ട് c of I, j ഈക്വൽ ടു a of I, k പ്ലസ് b of k, j. ഈ രീതിയിലാണ് നമ്മുടെ ഇക്വേഷൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഈ പ്രോസസ്സിംഗ് നടത്താൻ, മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സൂത്രവാക്യം. നമ്മൾക്ക് വേണ്ടി വരുന്ന കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ. നമുക്ക് 3 ഫോർ ലൂപ്പ് വേണ്ടി വരും. ആദ്യത്തെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ ടേംസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യിക്കാൻ. രണ്ടാമത്തെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷനിലേക്ക് മാറ്റാൻ. പിന്നെ ഈ 3 കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങാൻ വേണ്ടി ഒരു ലൂപ്പ്, ഈ 3 കഴിഞ്ഞ് അടുത്ത് തുടങ്ങാൻ വേണ്ടി ഒരു ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോവാം. നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 4 വേരിയബിൾസ് റോയ്ക്കും കോളത്തിനും വേണ്ടി വരും. R1, C1, R2, C2. ഇനി A എന്ന് പറയുന്ന മെട്രിക്സ് റീഡ് ചെയ്യാൻ A of 20, 20. അതുപോലെ തന്നെ B എന്ന് പറയുന്ന മെട്രിക്സ് റീഡ് ചെയ്യാൻ B of 20, 20. പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ C of 20, 20. ഇനി നമുക്കറിയാം ഇവിടെ 3 വേരിയബിൾസ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ I, J, K എന്ന് പറഞ്ഞ രീതിയിൽ കൊടുത്തു. ഇനി ആദ്യം എൻ്റർ ദ ഓർഡർ ഓഫ് മെട്രിക്സ് എ. മെട്രിക്സ് എയുടെ ഓർഡർ നമ്മൾ ടൈപ്പ് ചെയ്ത് പഠിച്ചു. അത് R1ലും C1ഉം. R1 എന്ന് പറയുന്നത് റോയുടെ സൈസ്, C1 എന്ന് പറയുന്നത് കോളത്തിൻ്റെ സൈസ്. ഇനി നമുക്ക് അടുത്തത് എൻ്റർ ദി ഓർഡർ ഓഫ് മെട്രിക്സ് ബി. അത് R2, C2ലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. R2 എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ സൈസ്, C2 എന്ന് പറയുന്നത് കോളത്തിൻ്റെ സൈസ്. ഇനി നമുക്കിതിൽ ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R1ഉം C1ഉം കൊടുത്തിട്ടുള്ള റോയും C1ലും R2, C2ലും നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് ഈ C1 ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ സൈസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ സൈസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ R2ഉം C1ഉം തമ്മിൽ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്ന മെട്രിക്സ്, റിസൾട്ടായിട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് റോയുടെ സൈസ് എന്ന് പറയുന്നത് R1ഉം കോളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് C2 ഈക്വലൻ്റ് ആയിരിക്കും. ഒന്നുകൂടിയും പറയാം, പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളത്തിൻ്റെ C1 എന്ന് പറയുന്നതും R2 എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. അതിൻ്റെ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ R1 എന്ന് പറയുന്ന റോയുടെ സൈസും C2 എന്ന് പറയുന്ന കോളത്തിൻ്റെ സൈസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ മെട്രിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻ വെക്കുക. ഇഫ് C1 ഈക്വൽ ടു R2, C1ഉം ആദ്യത്തെ മെട്രിക്സിൻ്റെ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താം, അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യിക്കണം, ഫസ്റ്റ് മെട്രിക്സ് എൻ്റർ ചെയ്യാൻ പറയണം. എൻ്റർ ദ മെട്രിക്സ് എ. മെസ്സേജ് കൊടുത്തു, പ്രിൻ്റ് എഫ് കൊടുത്തു. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഒരു മെട്രിക്സിനെ റീഡ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 2 ഫോർ ലൂപ്പ് വേണം. 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് I, J കൊടുത്തു, സ്കാൻ എഫ് കൊടുത്തു, A of I, J കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സ് റീഡ് ചെയ്ത് പഠിക്കും. ഇനി അതേപോലെ തന്നെ വീണ്ടും എൻ്റർ ദ മെട്രിക്സ് ബി. I കൊടുത്തു, J കൊടുത്തു, അതിൻ്റെ റോഡും കോളത്തിൻ്റെ സൈസ് കൊടുത്തു, 2 ഫോർ ലൂപ്പ് കൊടുത്തു, സ്കാൻ എഫ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ മെട്രിക്സും റീഡ് ചെയ്ത് പഠിക്കും. ഇനിയാണ് നമ്മുടെ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് വരുന്നത്. പ്രോസസ്സിംഗ് സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് പ്രിൻ്റ് എഫ്. അപ്പോൾ മെട്രിക്സ് എയും ബിയും ആയി. ഇനി നമുക്ക് സി ഈസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് സി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മെട്രിക്സ് സി, അത് എൻ്റർ ചെയ്യിപ്പിക്കല്ല വേണ്ടേ, റിസൾട്ടാണ്. അത് നമുക്കിനി അടുത്തത് ചെയ്ത് ഉത്തരമായിട്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് സി ആണ് വരാൻ പോണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുത്തു എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മെട്രിക്സ് സി ഈസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ വേണ്ടി വരും, നമ്മൾ ഈ പറഞ്ഞ പോലെ ഐയും ജെ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഫോർ ലൂപ്പ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കേണ്ടി വരിക. ഐ ഉപയോഗിക്കണം, ജെ ഉപയോഗിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു,
ഓർഡർ ഓഫ് റിസൾട്ടിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയുടെ അളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ അളവായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് R1ഉം C2 ആണ്. ഓക്കെ, R1ഉം C2 ആയിരിക്കണം C എന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമുക്കിനി നമ്മളൊരു K എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി ചെയ്യേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടേമിനും അതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യിക്കേണ്ട ഒരു പരിപാടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു ഫോർ ലൂപ്പ് കൂടി കൊടുക്കുകയാണ്. ഫോർ j = 0, സോറി j അല്ല, k = 0, k less than C1. ഞാൻ C1ൻ്റെ അളവായിരിക്കും നമുക്കിവിടെ വേണ്ടി വരിക. സോറി, k less than C1, k plus plus. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 3 ഫോർ ലൂപ്പുകളാണ് ആവശ്യമുള്ളത്. I, J, K. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് റിസൾട്ടായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ നേരത്തെ കണ്ടെത്തി. C എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റലാണ്. അപ്പോൾ C of I, J equal to C of I, J plus A of I, K into B of K, J. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു, നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്നു. സം ഈക്വൽ ടു സം പ്ലസ് A of I, A of J എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതായത് നമുക്ക് ആദ്യത്തെ 3 ടേമും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കണം. ആദ്യത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളത്തിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്, അങ്ങനെ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കണം. അപ്പോൾ സം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ക്യുമുലേറ്റ് ചെയ്ത് വരണം. നമുക്ക് അറ്റ് എ ടൈം ഒരു ടേമിനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കേസിൽ നമ്മൾ ആ ഇക്വേഷൻ്റെ അവിടെ ഒരു അഡീഷണൽ വന്നു. ഈ ഒരു രീതിയിൽ ഇതാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് സം എടുക്കാൻ വേണ്ടി ചെയ്തത്. ഞാനത് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് ടൈപ്പ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് സം ഈക്വൽ ടു നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പരിപാടി ഉണ്ടായിരുന്നു. സം ഈക്വൽ ടു എന്ത് ചെയ്തിരുന്നു, ഇനീഷ്യലൈസ് ചെയ്തിരുന്നു 0 ആയിട്ട്. അപ്പോൾ അത് ഈ ഫോർ ലൂപ്പിൻ്റെ പുറത്തായിട്ട് C of I, J equal to 0. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ K വെച്ചിട്ടുള്ള സ്റ്റെപ്പ് 3 തവണയാണ് റൺ ചെയ്യുക. K വെച്ചിട്ട് 3 തവണ റൺ ചെയ്യും. ഇപ്പോൾ 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എലമെൻ്റ് എടുക്കും, മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ വീണ്ടും തിരിച്ചു വരും, രണ്ടാമത്തെ എലമെൻ്റ് എടുക്കും, മൾട്ടിപ്ലൈ ചെയ്യും, ആഡ് ചെയ്യും, മൂന്നാമത്തെ എലമെൻ്റ് എടുക്കും, മൾട്ടിപ്ലൈ ആഡ് ചെയ്യും. അപ്പോൾ ഈ 3 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഇവിടെ എത്തി. അത് കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. പിന്നെ അടുത്ത എലമെൻ്റാണ് വരുന്നത്, C of 0, 1 എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നമുക്ക് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. കാരണം ഓരോ പ്രാവശ്യം ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ എലമെൻറ്റ്സാണ് അവിടേക്ക് സ്റ്റോർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യം ഈ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വരുന്ന പ്രോസസ്സിങ്ങിന് വേണ്ടി വരുന്ന സ്റ്റേജാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഉള്ള പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇനി നമുക്ക് അതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. printf %d, C of I, J. ഇത്രയും ചെയ്തു. അതിനുശേഷം നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, സാധാരണ ഒരു ലൂപ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. സാധാരണ ഒരു മെട്രിക്സിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കും. ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഉള്ളിലത്തെ ജെയുടെ ലൂപ്പ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പ്രിൻ്റ് എഫ് കൊടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു സ്ലാഷ് എൻ കൊടുക്കാറുണ്ട്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രിൻ്റ് എഫ് സ്ലാഷ് എൻ. ഓക്കെ, പുതിയ ലൈൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കേസുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഫോർ ലൂപ്പ് എൻഡ് ചെയ്യിപ്പിച്ചു. ഈ ഫോർ ലൂപ്പിൻ്റെ വിടുത്ത് ഇവിടം വരെ, ഈ ഫോർ ലൂപ്പ് ഇവിടം വരെ. ഇനി നമ്മുടെ കഴിഞ്ഞിട്ടില്ല. റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇഫ് തുറന്നിട്ടുണ്ട്. ഈ കണ്ടീഷനൊക്കെ ഇതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഇഫ് നമുക്ക് ക്ലോസ് ചെയ്യണം. ഇഫ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൽസ് കൊടുക്കണം. എൽസ് എന്ത് കൊടുക്കണം, എൽസിൽ എന്ത് മെസ്സേജ് കൊടുക്കണം, മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ. അതായത് രണ്ടും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞാൽ എൽസ് ക്ലോസ് ചെയ്യിക്കുക. കഴിഞ്ഞിട്ടില്ല, നമുക്ക് മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യണം. ഇവിടെ ഇഫ് വന്ന് തുടങ്ങിയത് ക്ലോസ് ചെയ്തത് നമ്മൾ ഇവിടെയാണ്. അത് കഴിഞ്ഞാൽ എൽസ് തുടങ്ങി, അത് അവിടെ തന്നെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അതൊന്ന് കമ്പയൽ ചെയ്ത് നോക്കി നോക്കാം, മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയണമല്ലോ. കമ്പയൽ ചെയ്തു, എററുകളൊന്നുമില്ല. റൺ ചെയ്യിപ്പിച്ച് നോക്കി നോക്കാം. എൻ്റർ ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ് 3 3. എൻ്റർ ദ ഓർഡർ ഓഫ് മെട്രിക്സ് ബി. നമുക്ക് വേണമെങ്കിൽ തെറ്റുള്ളത് ഒരെണ്ണം അടിച്ചു നോക്കാം. 2 2. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ, കാരണം നമുക്ക് രണ്ടും ഓർഡർ വ്യത്യാസമാണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു ക്ലിയർ കണ്ടീഷൻ കൊടുത്തു നോക്കാം. നമുക്കൊരു 3/2 മെട്രിക്സും ഒരു 2/3 മെട്രിക്സും അടിച്ചു കൊടുത്തു നോക്കാം. അപ്പോൾ റൺ ചെയ്ത് നോക്കാം. 3 2 2 3. അപ്പോൾ നമുക്ക് പോസിബിളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ 2ഉം ഈ 2ഉം ഈക്വലായിട്ട് വന്നു. ഇനി നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, 3/3 ആയിരിക്കും. നമുക്ക് അടിച്ചു കൊടുത്ത് നോക്കാം. 1 2 3. 3/2 മെട്രിക്സ് ആണെങ്കിൽ 6 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. 4 5 6. രണ്ടാമത്തെ മെട്രിക്സ് 7 8 9 1 2 3. അപ്പോൾ മെട്രിക്സിൻ്റെ റിസൾട്ട് ഇതായിരിക്കും വരിക. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ റോയുടെ വിഡ്ത്തും റോയുടെ അളവും രണ്ടാമത്തെ കോളത്തിൻ്റെ അളവിനും ഈക്വലൻ്റ് ആയിട്ട് 3/3 ആണ് കൊടുത്തത്. നമ്മൾ 3/2ഉം 2/3 ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടിയത് 3/3 ആണ്. നമുക്ക് ആ രീതിയിൽ പ്രോസസ്സിങ് ചെയ്ത് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് മനസ്സിലാക്കുക. വീഡിയോസ് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കി വെക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കടുത്ത് ചോദിക്കുക, ക്ലിയർ ചെയ്യിപ്പിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.